ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ലൈഫിലെ തന്നെ ഒരു ബിഗ് ഡേ ആണ്. ലൈഫിലായാലും പെട്ടെന്നൊരു ചേഞ്ച്, നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമസ്കാരം. അതായത് നമ്മൾ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ വെയിറ്റ് ചെയ്ത ഒരു മൊമെന്റ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കളർ അടിച്ചു നീ അവിടെ അതൊരു ഫാഷനാണ്. മേക്കപ്പ് ഇച്ചിരി കൂടി പോയി ചേട്ടാ. ഡ്രസ്സ് തകർത്തിന് പിന്നെ തകർത്തിട്ടേ മുണ്ടും ഷർട്ടും ജബ്ബും അല്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ ടെൻസ്ഡ് ആണ്. താലി കെട്ടുന്ന മൊമെന്റില് അതെനിക്ക് അറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ആദ്യം എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല, പക്ഷെ ഇപ്പം ഭയങ്കര ടെൻഷൻ ഉണ്ട്. കല്യാണ ചെക്കൻ്റെ പേര് സിബിൻ എന്നാണ്. നിങ്ങളെല്ലാം അങ്ങനെ അറിയുന്നുണ്ടാവുക, പക്ഷെ നമ്മളവനെ അച്ചുമോൻ എന്നാ വിളിക്കല്. നമ്മളെ ഏറ്റവും കുടുംബത്തിലെ ഏറ്റവും ചെറിയ ആളാണ് അച്ചു. എന്റെ അനിയനാണെങ്കിലും ചിലപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ടോ അവനെ കേട്ടതാണ് ചില കാര്യങ്ങളില്, എല്ലാ കാര്യങ്ങളും റെസ്പോൺസ്. ഇപ്പൊ എന്റെ കല്യാണമായാലും അവനായിരുന്നു റെസ്പോൺസിബിൾ ആയിട്ട് എല്ലാം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവന്റെ കാര്യങ്ങളിൽ എനിക്ക് അത്രയും റെസ്പോൺസിബിൾ ആവാൻ അതിനെക്കാട്ടി കൂടുതൽ അവന്റെ കല്യാണത്തിന് റെസ്പോൺസിബിൾ ആയിട്ട്. ഇപ്പൊ ചെക്കനെ പറ്റി പറഞ്ഞാല് ചെക്കൻ നമ്മളെ ഏറ്റവും ചെറിയ അനിയനാണ്. പക്ഷെ ചെക്കൻ ആള് ജോറാണ്, എല്ലാ കാര്യത്തിലും ആള് സ്മാർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ കാടുന്നൊക്കെയിലും ആളൊരു യൂട്യൂബ് ചാനലിന്റെ ഉടമയല്ലാണ്. സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്യും. ആ ഒരു ഗുണവാനുണ്ട്. അതുപോലെ സ്നേഹി അതുപോലെ തന്നെ എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിച്ച് നല്ലൊരു തൻ്റെ ഉള്ളൊരു കുട്ടിയാണ്. അവനെ കൊണ്ടു നടക്കാൻ കഴിവുള്ള ഒരു കുട്ടി തന്നെയാണ്. ആള് പാവായിരുന്നു, പാവം കുഞ്ഞായിരുന്നു. ഭയങ്കര വാശി പിടിക്കും ചെറുപ്പത്തിൽ. ആള് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്. അപ്പം പൊതുവേ നമ്മളെന്ന് വെച്ചാൽ എല്ലാ കാര്യം അപ്പം തന്നെ ഷെയർ ചെയ്യുന്ന ടൈപ്പാണ്. അപ്പം ഈ ഒരു കാര്യം പറയാൻ ഞാൻ ഫുള്ള് തെറി വിളിക്കായിരുന്നു അവളെ, നീ എന്ത് എന്നോട് പറയാഞ്ഞെന്നും പറഞ്ഞിട്ട്. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. സ്നേഹയുടെ ലൈഫ് മൊത്തം അവനറിയാം. എല്ലാത്തിലും കൂടെ നിൽക്കുന്ന ആളാണ് സിബിൻ എന്ന് പറയുന്നത്. ഭയങ്കര എന്താ പറയുക, മെച്യൂർഡ് ആയിട്ടുള്ള ആളാണ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അങ്ങനെയൊക്കെ സിബിൻ നല്ലൊരു കപ്പിള്, നല്ലൊരു ആളാണ്. എന്റെ സ്നേഹക്കൊക്കെ ഇത് ഓക്കെ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റിയ ആളാണ് സിബിൻ. അതാണ് അച്ചുവിനെ പറ്റി പറയാനില്ല. എന്നാലും അച്ചുവിന്റെ കല്യാണമായി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെക്കൻ വളർന്നുപോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ഒരു ഓൾ ദി ബെസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അവരൊരു ഷോർട്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ക്യൂട്ട്നെസ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവനെന്നെ ഇഷ്ടമാണ് സിബിൻ തന്നെയാ പറഞ്ഞേ. ഷോക്കായിരുന്നു. ഞാൻ തമാശ എന്ന് വിചാരിച്ചു, വെറുതെ പറഞ്ഞെന്ന് വിചാരിച്ചു. സീരിയസ് ആയിരുന്നു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏതൊരു നിമിഷത്തിൽ സംഭവിച്ചു. എന്നും എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് മാത്രമേ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞിട്ടുള്ളൂ. അത് ഇനി ലൈഫിലോ എന്നും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ രണ്ടാക്കും ഹാപ്പി മാരീഡ് ലൈഫ്. പറഞ്ഞാല് എൻ്റെ എല്ലാം അവളാണ്. പോകുന്നതിൽ വിഷമം, എനിക്ക് ഒറ്റക്ക് ഇനി ഒറ്റക്കാവുന്നില്ലൊരു വിഷമം ഉണ്ട് നല്ലോണം. എന്നാലും അവള് സന്തോഷമായിട്ടിരിക്കണം എന്ന് ആഗ്രഹം.